മനസ്സിന്റെ സൗന്ദര്യം വരുന്നത് സുജൂദിലാണ്. പ്രിയപ്പെട്ടവര്, ഇബാദത്ത് നഷ്ടപ്പെട്ടാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മുടെ നെഞ്ചത്ത് കയറിയിരുന്ന് നിരങ്ങും. ഒത്തൊരുമ മാത്രം പോരാ, അഭ്യാസം മാത്രം പോരാ, അയോധന കല പോരാ, ചങ്കൂറ്റം പോരാ, ചങ്കുറപ്പ് പോരാ, ആൾബലം പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ ഉറപ്പിക്കുന്ന ഇബാദത്ത് വേണമില്ലെങ്കിൽ ശത്രുക്കൾ നെഞ്ചത്ത് കയറിയിരുന്ന് നിരങ്ങും. അതുകൊണ്ടാണ് ഇപ്പൊ അവര് ശരീഅത്തിൽ പിടിച്ചത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് വരെ സമസ്തയുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാര് മുന്നിട്ടിറങ്ങിയ സമരങ്ങളൊക്കെ വിജയം കണ്ടിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ കണ്ണീരെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവര് മുത്തലാഖിനെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വരുമ്പോ തെരുവോരങ്ങളിൽ ഗർഭസ്ഥ ശിശുവിനെ ശൂലം കൊണ്ട് കുത്തി പുറപ്പെടുപ്പെട്ട് രാക്ഷസനെ പോലെ അട്ടഹരിച്ചിട്ട് പോലും അത് പെണ്ണിന്റെ കണ്ണീരാണെന്ന് മനസ്സിലാക്കാൻ വകതിരിവുണ്ടാവാത്ത രാഷ്ട്രീയ സംഘത്തിന് ഇപ്പൊ എവിടെ നിന്നാണ് പെണ്ണിന്റെ കണ്ണീര് കിട്ടിയതെന്ന് അത്ഭുതത്തോടെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ ശരീരത്തിനെ കടത്തിവിട്ടാനാണ്. അല്ലാഹുവേ, ശംസുൽ ഉലമയുടെ മഹത്വവും ഗുരുത്വവും കൊണ്ട് ആ ഒത്തൊരുമക്ക് നീ ശക്തി കൊടുക്കണേ അല്ലാഹ്. ഖൽബിന്റെ സൗന്ദര്യത്തിന് ഇബാദത്ത് വേണം. ഖൽബിന്റെ സൗന്ദര്യത്തിന് ഇബാദത്ത് വേണം പ്രിയപ്പെട്ടവര്, ഇബാദത്ത് വേണം സഹോദരങ്ങള്. എന്നിട്ട് ശ്രദ്ധിക്കണം, ഓരോ സമയവും ശ്രദ്ധിക്കണം. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന കണ്ണ്, അല്ലാഹു തന്നിരിക്കുന്ന കാത്, അല്ലാഹു തന്നിരിക്കുന്ന ഖൽബ്, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം നിനക്ക് വേണം. മഹാനായ അബുൽ യസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? പ്രവാചകർ ഇഷ്ടപ്പെട്ട സഹാബിയ, അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സ്നേഹിച്ചിരുന്ന സഹാബിയ, തിരിച്ചവിടത്തെയും ഇഷ്ടപ്പെട്ടിരുന്ന സഹാബിയ. അബുൽ യസ്റിന് നിർബന്ധമായിരുന്നു അല്ലാഹ് തന്റെ കണ്ണുകളെ ഒരിക്കലും ഹറാമ് കാണാൻ ഇടവരുത്തല്ല അല്ലാഹ്. കാരണം ഈ കണ്ണുകളെ കൊണ്ട് നാളെ നിന്റെ സ്വർഗം കാണണം, നിന്നെ കാണണം. വേണ്ടേ പ്രിയപ്പെട്ടവരെ, എന്ത് രസമായിരിക്കും സ്വർഗം. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അബുൽ യസ്ർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും ഞാൻ ഹറാമ് കാണൂല. നിന്നെ കാണാനും നിന്റെ സ്വർഗം കാണാനുമാണ് ഈ കണ്ണുകളെ ഞാൻ മാറ്റിവെക്കുന്നതെന്ന് പറഞ്ഞു. കാതുകൾ കൊണ്ട് ഒരിക്കലും അനാവശ്യവും അനാശാസ്യവും കേൾക്കൂല. നിന്നെ കേൾക്കാനാണ് അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന്റെ സംഗീതം ആസ്വദിക്കാനാണ് എന്റെ കാതുകൾ. ഒരിക്കലും ഹറാമ് ചിന്തിക്കൂല. എന്റെ ഹൃദയം എപ്പോഴും ഇങ്ങനെ അതിനുവേണ്ടി മത്സരമാണ്, അതിനുവേണ്ടി ദുആ ചെയ്ത് ആർത്തിയോടുകൂടിയുള്ള മുന്നേറ്റമാണ്. പക്ഷേ ഒരു ദിവസം അബുൽ യസ്ർ റളിയല്ലാഹു അൻഹു വീടിന്റെ മുമ്പിലിരിക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ഒരു കൊട്ട ഈത്തപ്പഴവുമായി മുമ്പിലേക്ക് കടന്നു വരികയാണ്. മനസ്സ് പതറിപ്പോയി, മനസ്സ് പതറിപ്പോയി. ഇന്നുവരെ സുന്ദരിയായ പെണ്ണിനെ കണ്ടിട്ടില്ല. അബുൽ യസ്റിന്റെ മനസ്സ് പതറിപ്പോയി. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിലെ തഴവ ഉസ്താദ് പറഞ്ഞത്, പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് ഗുണ്ടാമണ്ടി. പെണ്ണിന്റെ പിന്നാലെ എല്ലാം മറന്നു പോയാൽ നമ്മൾ കണ്ണീര് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിന്റെ പൊരുളതാണ്. അബുൽ യസ്ർ എത്ര മനസ്സിനെ നിയന്ത്രിച്ച സഹാബിയാണ്. കണ്ണിനെയും കാതിനെയും കൽബിനെയും നിയന്ത്രിച്ചു. പക്ഷേ അതീവ സുന്ദരിയായ ഒരു പെണ്ണ് വന്നപ്പോ ആ പെണ്ണിന്റെ ചുണ്ടത്തേക്ക് ഒരു മുത്തം കൊടുക്കണമെന്ന കൊതി വന്നുപോയി. ആരുടെയും ചില സഹോദരിമാർ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫ്രീ ആയിട്ട് 4G സിം കൊടുത്തിട്ട് നല്ല നെറ്റ് കിട്ടുന്ന, നല്ല വൈഫൈ കിട്ടുന്ന സ്ഥലങ്ങളിൽ എത്രയോ സുന്ദരികളെ യൂട്യൂബിൽ നിന്ന് തപ്പിത്തടവി പുറപ്പെടുത്തിട്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ. ദുനിയാവാണ് ശാശ്വതമെന്ന് തോന്നിപ്പോയതുകൊണ്ടാ നീ ചെയ്യുന്നത്. ഖബറും മരണവും പരലോകവുമെല്ലാം ഉസ്താദുമാര് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന ഒരു തോന്നൽ ഇബ്ലീസ് ആ സമയത്ത് നിങ്ങൾക്ക് ഇട്ടുതരികയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മനസ്സിളകുന്ന സമയത്ത് ഇളകാതെ പിടിച്ചു നിർത്തണേ, പിടിച്ചു നിർത്തണേ. സഹോദരിമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പെൺകുട്ടികളുടെ രണ്ട് ഭാഗത്താണ് ശൈത്താൻ ഇരിക്കുന്നത് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന. രണ്ട് സ്ഥലത്ത്, പെണ്ണിന്റെ രണ്ട് സ്ഥലത്താണ് ശൈത്താൻ ഇരിക്കുന്നത്. ഒന്ന് തലയിലാണ്, രണ്ടാമത്തത് എവിടെയാണ്? അരക്കെട്ടിലാണ്. ഇവിടെ അരക്കെട്ടെന്ന് തന്നെ പറയാം, അതെ ഫുൾ കെട്ടെന്ന്. അരക്കെട്ട്
ഈ അരക്കെട്ടിലിരിക്കും, തലയിലും ഇരിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലത്തിൽ ഒരു മാസ്മരികമായ ആകർഷണമാണ് പെണ്ണിന് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. പെൺകുട്ടികൾ ഐഹീലിന്റെ ചെരുപ്പിടുന്നത് എന്തിനാ? നമ്മൾ ഭർത്താക്കന്മാരല്ലേ, അവള് പറയണതൊക്കെ വായിക്കൊണ്ട് കൊടുക്കും. എന്തിനാ നിങ്ങൾ അറിയില്ല, പിന്നെന്തിനാ വാങ്ങിച്ചു കൊടുക്കുന്നത്? നിങ്ങളുടെ ഭാര്യ എനിക്ക് പുറകുഭാഗം ഉയർന്നിരുന്ന ചെരുപ്പ് വേണം എന്ന് ആഗ്രഹിച്ചാൽ അത് വാങ്ങിക്കൊടുക്കുന്ന നിങ്ങൾ അത് എന്തിനാണ് പെണ്ണ് ചോദിക്കുന്നത്? സാധാരണ ചെരുപ്പിട്ടാലും നടന്നൂടെ? അപ്പൊ എന്തിനാണ് അത് ചോദിക്കുന്നത്? ഐഹീലിന്റെ ചെരുപ്പ് ധരിച്ചാൽ അരക്കെട്ടിന് സൗന്ദര്യമുണ്ടാവും. അതറിഞ്ഞില്ലല്ലേ? ഇതൊക്കെ എവിടെന്ന് ഇതിലാറേ നിങ്ങൾ പഠിക്കുന്നു എന്ന് ചോദിക്കണ്ട. ഇത് പഠിച്ചെങ്കിലേ നിങ്ങളെപ്പോലുള്ളവർക്ക് പറഞ്ഞുതരാൻ പറ്റും. ഈ ചെരുപ്പ് ധരിക്കുന്നത് കൊണ്ട് അരക്കെട്ടിന് സൗന്ദര്യമുണ്ടാകും. ഇനി ഇത് കേട്ടിട്ട് വജീറിലെ ഉമ്മാമാര് നാളെ ഐഹീല് വാങ്ങാൻ വേണ്ടി നടക്കണ്ട. കാല് വഴുതി വീടും, പട്ടി വന്നാൽ ഓടാൻ പോലും പറ്റത്തില്ല. ആലോചിച്ച് നോക്കിയേ, അരക്കെട്ടിന് സൗന്ദര്യമുണ്ടാകും. അതുകൊണ്ടാണ് ആ ചെരുപ്പ് ഏറ്റവും അധികം ലേഡീസ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് തലയിലാണ് ശൈത്താൻ ഇരിക്കുന്നത്. ശൈത്താൻ തലയിലിരിക്കുന്നത് കൊണ്ടാണ് തലമുടി എത്ര വൃത്തിയാക്കിയാലും പെണ്ണിന് വൃത്തിയാവൂല, എത്ര തല കെട്ടിയാലും കെട്ടു ഭംഗിയാവൂല. എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ ചുറ്റണം, അങ്ങനെ ചുറ്റണം, ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ചിത്രശലഭം പോലെ രണ്ട് ഇതുണ്ട്, കുത്തുന്നൊരു സാധനം, അതിങ്ങനെ തിളങ്ങിയിരിക്കും. എത്ര ഇരുട്ടത്ത് പോയാലും ഇങ്ങനെ കിളി പറഞ്ഞു പോണ പോലെ താത്തങ്ങൾ നടന്നു. ഇതൊക്കെ ശൈത്താന്റെ ടെക്നിക്കുകളാണ്. ഇതിലൊക്കെ നമ്മൾ വീണല്ലോ. അപ്പൊ ഈ രണ്ടു ഭാഗത്ത് ശൈത്താൻ ഇരിക്കും. ഈ രണ്ടു ഭാഗത്തിന് വേണ്ടി ഈ പുരുഷന്മാർ മരിക്കുകയും ചെയ്യും. ആർത്തിയോടെ, ആഗ്രഹത്തോടെ അതിന്റെ പിന്നാലെ നടക്കാൻ, അത് മൊബൈലിൽ ഒപ്പിയെടുക്കാൻ, അതിങ്ങനെ കൊതിയോടെ കൊണ്ട് നടക്കാൻ ഒക്കെ ആഗ്രഹിക്കും. ഇപ്പൊ അതിന്റെ ഗുഡൻസ് എന്തെന്ന് മനസ്സിലായല്ലോ. ഇത് പെണ്ണുങ്ങൾ നിയന്ത്രിച്ചാൽ, ഇത് നിങ്ങൾ നിയന്ത്രിച്ചാൽ എന്റെ സഹോദരങ്ങളെ ഒരു പരിധിവരെ ഈ പിടിവലിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു പരിധിവരെ സാധിക്കും. വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമാണ്. ഏത് പുരുഷന്മാരുടെ തപസ്സുമിളക്കാൻ പറ്റും, മനസ്സിളക്കാൻ പറ്റും. എത്രയാണ് അത്ഭുതം. ഞാൻ ഓർത്തു പോവുകയാണ്. പണ്ടൊക്കെ ഞാന് പരിശുദ്ധ റബീഉൽ അവ്വൽ വരെയാണ്, നബിദിനം വരുന്നു. ഞാൻ പണ്ട് പരിശുദ്ധ റബീഉൽ അവ്വലിലാണ് ജീവിതത്തിൽ ആദ്യമായി സ്റ്റേജിൽ കയറിയത്. അന്നത്തെ പാട്ട് പാടാൻ പറ്റൂല, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിലിങ്ങനെ പറയുന്നുണ്ട്, അരയെന്ന പിട പോലെ കൂടുങ്ങി നീ നാടൻ അരളിപ്പൂ മിഴി കൊണ്ടൻ കവിതകൾ കോറിക്കും, അതുകണ്ടൻ മനസ്സാകെ പാത പതയ്ക്കും, കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം എന്ന് പറഞ്ഞാൽ അന്നത്തെ കവികൾ എത്ര എഴുതിയാലും വർണ്ണിച്ചാലും തീയില്ല പെൺകുട്ടികളുടെ സൗന്ദര്യത്തിന്റെ ഒരു വർണ്ണിക്കാൻ കഴിയില്ല അവർക്ക്. പക്ഷെ യഥാർത്ഥ സൗന്ദര്യം എന്നത് ഈ അരക്കെട്ടിലും ഈ തലയിലും ഒന്നുമല്ല. മനസ്സിന്റെ സൗന്ദര്യം വരുമ്പോൾ ശരീരത്തിൽ വരും. OM കരിമാരക്കുണ്ട് എന്ന് പറയുന്ന മലയാളത്തിലെ മാപ്പിളപ്പാട്ട് ചരിത്രത്തിലെ ഇതിഹാസ നായകനാണ് OM കരിമാരക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാ. ഒറ്റമാളിയക്കൽ മുത്തുക്കോയത്തങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതിനെ OM കരിമാരക്കുണ്ട് എന്ന ഷോർട്ട് ഫാമില് പാട്ടൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കണം. അബുദാബിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം KMCC-ക്കാർ കൊടുത്തപ്പോ അന്നത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടായിരുന്നു. അബുദാബിയിലെ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ സംസാരിച്ച് ഒരുമിച്ച് ഞങ്ങൾ പോകുമ്പോ ഈ അതിന്റെ മജ്‌ലിസിൽ പാട്ടൊക്കെ പാടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹവും മഹബത്തുമായി. അങ്ങനെ ഒരുമിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എത്രയോ പാട്ടുകൾ നിങ്ങൾ എഴുതി, അസ്രായേലിനെ കുറിച്ച് എഴുതി, ഖബറിനെ കുറിച്ച് എഴുതി, പരലോകത്തെ കുറിച്ച് എഴുതി, വലിയ പാട്ടെഴുത്തുകാരനാണ്. നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച പാട്ട്, മനസ്സ് വല്ലാതെ പൊട്ടിപ്പോയ പാട്ട്, നിങ്ങളെ തളർത്തിക്കളഞ്ഞ പാട്ട്, ഇന്നും നിങ്ങൾക്ക് മറക്കാനാകാത്ത പാട്ട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ച് എഴുതിയ പാട്ടാണ്. ഏത് പെണ്ണാണത്? ആ ബഹുമാനപ്പെട്ടവര് കണ്ണ് നിറഞ്ഞിട്ടാണ്. ഇത് കുടുംബത്തിൽപ്പെട്ടവരാണ്. അഹ്ലു ബൈത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കണ്ണ് നിറയെ. അദ്ദേഹം പറഞ്ഞു, പാൽനിലാ പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിടും ഹൂറി പൂമകൾ ഫാത്തിമ പോരിശേറിടും തോഹദൻ കൺമണി പൂരിത നൂറ് പൂവിതൽ ഫാത്തിമ പാരിലെ നാരിമാർ ആകയിൽ മാതൃക, പാരിലെ നാരിമാർ ആകയിൽ മാതൃക, പൂവിയാൽ ഹാഷിം പൂങ്കരൽ ഫാത്തിമ പാൽനിലാ പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിടും ഹൂറി പൂമകൾ ഫാത്തിമ. ഇതാണ് സൗന്ദര്യം പെങ്ങളെ.
ഈ സൗന്ദര്യവതി സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോ 70,000 ഹൂറികളാണ് കൂടെ കടക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മലക്കുകൾ വിളിച്ചു പറയും, എല്ലാവരും മാറി നിൽക്കുക, കണ്ണുകളടയ്ക്കുക, ഫാത്തിമ കടന്നു വരികയാണെന്ന് അനൗൺസ്മെന്റ് ചെയ്തു പറഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പെങ്ങളെ, നീ ശ്രദ്ധിച്ചു പോയാൽ നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ റാണിയോടൊപ്പം കിടക്കാൻ വരും. കാമുകന്മാരെ മയക്കിയെടുക്കാനാണ് കാർകൂന്തലെന്ന് ചിന്തിക്കല്ല മോള്. നിന്റെ ഈ ബജീറിലെ നാട്ടിൽ കഴിയുന്ന യുവാക്കളുടെ മനം മയക്കുന്നതാണ് നിന്റെ അരക്കെട്ടെന്ന് ചിന്തിക്കല്ല മോളെ. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പർദയെ വീട്ടിൽ കൊണ്ടുവന്ന് മിഷനിൽ കയറ്റി അടിച്ച് ടൈറ്റാക്കിയിട്ട് അരക്കെട്ട് പുറത്ത് കാണാൻ, അരക്കെട്ടിന്റെ അടയാളം പുറത്തറിയിക്കാ വെമ്പൽ കൊള്ളുന്നത് അത് ഇബ്ലീസിന് ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ്. അല്ലാഹുവേ കാക്കണേ റബ്ബേ.